കേരളത്തിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലേക്കാണ് നിയമനങ്ങൾ വരുന്നത്. നിങ്ങൾ നിയമിതരാവുന്ന സ്ഥാപനത്തിന്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും ഈ ഒരു തസ്തികയുടെ പേര് മാറുന്നത്. എന്നാൽ സാലറിയിലോ അലവൻസുകളിലോ അതിന് മാറ്റം ഉണ്ടാവുകയില്ല. പ്രധാനമായിട്ടും ഇതിനെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ, ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 തുടങ്ങിയ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇത് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽ സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാന യോഗ്യത ഡിപ്ലോമയാണ്, 3 ഇയർ ഡിപ്ലോമയാണ്. എന്നാൽ ഡിപ്ലോമയ്ക്കൊപ്പം തന്നെ ബിടെക് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറഞ്ഞാൽ 5/8/2026 ആണ്. അതായത് വരുന്ന മാസം 5-ാം തീയതി വരെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നത്. ഇനിയും എന്താണ് ഈ ഒരു തസ്തിക? ഇത് പ്രധാനമായിട്ടും അധ്യാപനത്തിന് സമാനമായിട്ട് വർക്ക്ഷോപ്പുകളിലും അതുപോലെ തന്നെ കുട്ടികളുടെ ടെക്നിക്കലായിട്ടുള്ള നോളജ് മേക്ക് ചെയ്യുന്നതിനുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന റോളാണ്. ഒരു സ്കൂൾ അധ്യാപകന് സമാനമായ ഒരു ജോലി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. പക്ഷേ ടെക്നിക്കൽ മേഖലയിലാണ് ഇതിന്റെ റോള് വരുന്നത്. ഇനിയും ഇതിന്റെ സാലറി എത്രയാണെന്ന് നോക്കാം. ഇതിന്റെ സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 41,300 തുടങ്ങി 87,000 അവസാനിക്കുന്ന ഒരു നല്ല സാലറി തന്നെ ഇവിടെ ഉണ്ട്. ഇനിയും ഇതിന് അപേക്ഷിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ഒരു പ്രായമാണ്. നമുക്കറിയാം നേരത്തെ 36 ആയിരുന്നു, ഇപ്പൊ അത് 40 ഉയർത്തിയിട്ടുണ്ട്. ഇനി നിലവിലെ വേക്കൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ റാങ്ക് ലിസ്റ്റ് അസിസ്റ്റ് ചെയ്യുന്ന ഒരു വേക്കൻസി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് നിലവിലെ റാങ്ക് ലിസ്റ്റ് കഴിയുന്നതിന്റെ പിറ്റേ ദിവസം മുതലായിരിക്കും. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ പ്രകാരം വേക്കൻസി നമ്പർ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ഇനിയും ഇതിന്റെ യോഗ്യത ഓൾറെഡി പറഞ്ഞതാണ്, മറ്റൊന്നുമല്ല, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഹയർ യോഗ്യത വെച്ച് ബിടെക് അതുപോലെ തന്നെ BE ഒക്കെ ഉള്ളവർക്ക് ഇതിൽ അപേക്ഷിക്കാൻ കഴിയും. ഇനിയും ഇക്വലന്റ് ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ തന്നെ പോളിടെക്നിക് ഡിപ്ലോമ ഇലക്ട്രിക്കൽ, BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ബിടെക് ഹോണേഴ്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇവയൊക്കെ ഇവിടുത്തെ ഇക്വലൻസി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് ഉദ്യോഗാർത്ഥികൾ ഈ യോഗ്യത വെച്ചൊക്കെ എഴുതി സർവീസിൽ കയറിയിട്ടുമുണ്ട്. ഇനിയും ഇതിന്റെ ലാസ്റ്റ് എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 678/2022 എന്ന കാറ്റഗറി നമ്പറിൽ 2022 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമായിരുന്നു എക്സാമിനേഷൻ. അന്ന് ഈ എക്സാമിനേഷന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 15/4/2024 അതുകൊണ്ട് തന്നെ ഇനി 3 വർഷമാണ് ഇതിന്റെ കാലാവധി ഉള്ളത്. അതിന്റെ പിറ്റേ ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നതായിരിക്കും. അന്ന് ഈ ഒരു എക്സാമിനേഷൻ വന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 53.67 മാർക്കായിരുന്നു. അന്ന് അഡ്വൈസ് പോയത് 88 പേർക്കായിരുന്നു. അന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 78 പേർ മാത്രമായിരുന്നു. അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മെയിൻ ലിസ്റ്റിലുള്ളവരും കൂടാതെ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നുള്ളവർക്കും കൂടി നിയമനം കൊടുത്തിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. സാധാരണഗതിയിൽ കട്ട് ഓഫ് മാർക്ക് മാത്രം എത്തുന്നവർക്ക് ജോലി കിട്ടാത്തതാണ് പല എക്സാമുകളിലും. എന്നാൽ ഇവിടെ അതുപോലും ഓവർകം ചെയ്തിരിക്കുന്നു. അതായത് നിയമന സാധ്യത വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരികയും ഇപ്പോൾ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ആൾക്കാർക്ക് നിയമനം കൊടുക്കുകയുമാണ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റ് പൂർണ്ണമായിട്ടും പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ തീരാനുള്ള സാധ്യതയുണ്ട്. ഇനിയും ഇതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തയ്യാറെടുപ്പുകളുമായിട്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ ഒരു എക്സാമിനേഷനിൽ ഈ ഒരു രീതിയിൽ നിയമനം നടന്നതുകൊണ്ട് തന്നെ ധാരാളം കോമ്പറ്റീഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളും അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങണം. അതിന് ഏണസ്റ്റ് അക്കാഡമിയിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഇലക്ട്രിക്കലിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം. നമുക്കറിയാം PSCയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച് ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ എക്സാമിനേഷന്റെ കലണ്ടർ പബ്ലിഷ് ചെയ്ത് എക്സാം നടത്തുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ മാക്സിമം സിലബസ് കവർ ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പഠിച്ച് മാറുന്ന PSCയുടെ പാറ്റേൺ അനുസരിച്ച് നമ്മൾ കൂടെത്തണം. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങാം. അതിന് ഏണസ്റ്റ് അക്കാഡമിയിലെ കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് താഴെ ഒരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതിൽ കാണാൻ നമ്മൾ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.